കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്തതിനാൽ ദയാവധത്തിന് തനിക്ക് അനുമതി ലഭിക്കണമെന്ന് മാപ്രാണം സ്വദേശി ജോഷി ആവശ്യപ്പെടുന്നു. ഇത് പ്രമാണിച്ച് അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കത്തയച്ചു. 84 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് ജോഷിയുടെ അവകാശവാദം. ജോഷിയുടെ വീട്ടിൽ നിന്ന് സൂരജ് സജി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സൂരജ് സജി, മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ടാണോ തനിക്ക് ദയാവധം ചെയ്യാൻ അനുമതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ചീഫ് ജസ്റ്റിസിനുൾപ്പെടെ കത്തയച്ചിരിക്കുന്നത്? SKN ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ നിക്ഷേപങ്ങൾ ഇവർ മടക്കി നൽകിയിരുന്നു. പക്ഷേ ഈ ജോഷിയെ പോലുള്ള നിരവധി നിക്ഷേപകരുണ്ട്. ജീവിതത്തിൽ ഈ മനുഷ്യായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം അതാണ് ഈ കരുവന്നൂരിൽ നിക്ഷേപിച്ചത്. പക്ഷേ ഇവർക്ക് ഇതുവരെയും ഈ തുക മടക്കി നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ തുക ചോദിച്ചതിന്റെ പേരിൽ മാത്രം സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് ജോഷി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു. 80 ലക്ഷത്തിലധികം രൂപയാണ് ജോഷിയുടെ കണക്ക് പ്രകാരം ജോഷിക്ക് കിട്ടാനുള്ളത്. പക്ഷേ കരുവന്നൂർ ബാങ്ക് പറയുന്നത് 72 ലക്ഷം രൂപ ജോഷിക്ക് കൊടുക്കാനുണ്ട് എന്ന് ഔദ്യോഗികമായി അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ ജോഷി പറയുന്നത് തന്റെ പണം മടക്കി നൽകിയാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിനിടയിൽ തന്നെ, അതായത് ഈ വർഷങ്ങൾക്കിടയിൽ തന്നെ 20ഓളം ശസ്ത്രക്രിയകൾക്ക് വിധേയനായ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അത്തരത്തിൽ രോഗം മൂലം ദുരിതം അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഈ CPM പ്രതികൾ ചേർന്നുകൊണ്ട് ഒറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ആവശ്യവുമായി താൻ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും പരാതി അയച്ചത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ജോഷി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നമ്മുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടം, അതുകൊണ്ടാണോ ഇങ്ങനെ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്ക് ഒരു മാർക്സിസ്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു സുഖമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. നമ്മൾ ആത്മാഭിമാനമുള്ള ഒരു പ്രവർത്തനമായിരുന്നു മാർക്സിസ്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കിടക്കലാണ് ഇപ്പോൾ കത്തിവെച്ചിട്ടുള്ളത്. ഈ തോന്നിയ പോലെ ആളുകളെ, കള്ളന്മാരെ സംരക്ഷിക്കുക, അതൊരു ഭരണകൂടം ചെയ്യുമ്പോൾ, നെറുകെട്ട പരിപാടികൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കും. ഇത് കരുവന്നൂർ ഇഷ്യൂ തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 വർഷത്തിൽ മേലെ ആയതുകൊണ്ട് ഞാൻ പണം മടക്കി ചോദിച്ചിട്ട്, അതിന് തൊട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഇഷ്യൂസൊക്കെ പത്രത്തിൽ വരുന്നതൊക്കെ. അതിന് മുൻപ് തന്നെ ഇവിടുത്തെ ഭരണസമിതിക്കാരും നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ അവരുടെ അടുത്ത ആളുകളുടെയും ബന്ധുക്കളുടെയും അവരായിട്ട് നിക്ഷേപിച്ച ആൾക്കാരുടെ മുഴുവൻ പണം പിൻവലിച്ചു. ഇവരാണ് ബാങ്കിനെ തകർത്തത്. അത് കഴിഞ്ഞിട്ട് ഈ ഇടത് അനുഭവമുള്ള ആളുകളുടെയാണ് ഇവിടുത്തെ 90% നിക്ഷേപങ്ങളും. അവരെ മുഴുവൻ പൊട്ടന്മാരാക്കിക്കൊണ്ട് പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്ന പോലെ അയാൾ പ്രവർത്തിക്കുക, ആളുകളെ നിഷേധിക്കുക, പൈസ കൊടുക്കാതിരിക്കുക. പിന്നെ എൻ്റെ കേസിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ നിന്ന് 10% കാശ് എല്ലാവർക്കും കൊടുത്തോളാം എന്ന് ഇവർ സമ്മതിച്ചത്. ആ 10% കുറച്ച് പേർക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേരെ മടക്കി വിട്ടു. അപ്പോഴും 2000 തൊട്ട് ഇങ്ങോട്ടുള്ള പലിശ ആളുകൾക്ക് കൊടുക്കില്ല എന്നാണ് പറയണത്. SB അക്കൗണ്ടിൽ കിടക്കുന്നവർക്ക് പലിശ തരില്ല. കുറേ ആളുകൾക്ക് പലിശ കൊടുക്കുക, കുറേ ആളുകൾക്ക് പലിശ 50% കൊടുക്കുക. എന്ത് അനീതിയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്? ഇതിനൊരു സഹകരണ വകുപ്പുണ്ട് ഇവിടെ. സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ബാങ്കുകളാണ് ഈ സഹകരണ സംഘങ്ങൾ ആണ് ബാങ്ക് എന്നുള്ള ബോർഡ് വെച്ചിട്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് സർക്കാരിൻ്റെ ഉറപ്പുണ്ട്, ഉയർന്ന പലിശയുണ്ട്, ഉയർന്ന സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിക്ഷേപ സമാഹരണ യജ്ഞം നടക്കുന്നുണ്ട്. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച ഒരാളോ അല്ലെങ്കിൽ അയാളുടെ ബന്ധു അല്ലെങ്കിൽ ഈ വാർത്ത അറിഞ്ഞ ഒരാളോ ഇനി ഇവരെ വിശ്വസിച്ചിട്ട് എങ്ങനെയാണ് പണം നിക്ഷേപിക്കുക? ചിലപ്പോൾ എനിക്ക് എൻ്റെ മാത്രം പലിശയിൽ എൻ്റെ കുടുംബത്തിൻ്റെയും, ഞങ്ങൾ കുടുംബവസ്തു വിറ്റ പണമൊക്കെ ഉണ്ടായിരുന്നു. 1 രൂപയും പുറത്ത് ഒരു ബാങ്കിലും ഞങ്ങൾക്ക് നിക്ഷേപം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ 5 പേരുടെ നിക്ഷേപങ്ങൾ ചേർന്ന് കഴിഞ്ഞ് 90 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. ആ 90 ലക്ഷം രൂപയിൽ നിന്ന് 2.5 വർഷമായിട്ടുള്ള പലിശ RTGS ആയിട്ട് എൻ്റെ ഫണ്ടിലേക്ക് ഷെഡ്യൂൾ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്തിട്ട് 6 മാസമായിട്ടും പണം എത്തിയില്ല. അത് കഴിഞ്ഞിട്ട് അത് SB അക്കൗണ്ടിലേക്കാണ് ഇവർ തിരിച്ചിട്ടത്. ആ കാലത്തേക്ക് ഒരു രൂപയും പലിശ തരില്ല എന്നാണ് ഇവർ പറയണത്. ഇവർക്ക് ഇന്നലെ എനിക്കൊരു കത്ത് കിട്ടിയവരുടെ നിന്ന് ഇവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് RTGS ട്രാൻസ്ഫർ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഴപ്പം കൊണ്ടല്ലോ ബാങ്ക് പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത്. ബാങ്ക് പ്രതിസന്ധിയിലാക്കിയത് ആരാണ്? ഇവർ തന്നെയാണ്. ഇവിടെയുള്ള ജീവനക്കാരും മാനേജർമാരും അറിയാണ്ട് 1 രൂപ അവിടെ നിന്ന് പോയിട്ടില്ല. ഇവരാരും പ്രതികളല്ല. അതിൽ ബിജു കരീം എന്ന് പറഞ്ഞ ആൾ മാത്രമാണ് പ്രതി, ഈ TR സുനിൽകുമാർ സെക്രട്ടറി. ബാക്കിയുള്ള മാനേജർമാരൊക്കെ ഇതിലറിവുണ്ട്. എല്ലാവരും ഇതിൻ്റെ പങ്കും പറ്റിയിട്ടുണ്ട്. അതിൽ കരുവന്നൂർ ഒരാളും ഇത് നിഷേധിക്കില്ല. ഇവിടുത്തെ മാനേജർമാർക്കൊന്നും പങ്കില്ല എന്ന് ഒരാളും പറയില്ല. ഇവിടെ ഒരു മാനേജറാണ് ആളുകളെ പുലഭ്യം പറയാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അയാൾ, ബൈജു എന്ന് പേര്. എന്ത് ധിക്കാരം ധാർഷ്ട്യമാണെന്ന് അവരുടെയൊക്കെ ഭാഷ. ഇപ്പം അതുകൂടാതെ പാർട്ടി ഗ്രൂപ്പുകളിലൊക്കെ പുലഭ്യം തുടങ്ങിയിരിക്കുന്നു. നമ്മളെ ഒറ്റപ്പെടുത്ത ജീവിക്കാൻ ഒരുക്കായിരിക്കുക അല്ല. ഒന്നാമത്തെ എനിക്ക് അസുഖങ്ങൾ ഒരുപാടുണ്ട്. 2 ട്യൂമർ കഴിഞ്ഞ ആൾ 3ാമത്തെ ഒരെണ്ണം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾ ഇനി ഈ പത്രവാർത്തയും കൂടി ഇങ്ങനെ ഫ്ലാഷാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അസുഖങ്ങൾ മുഴുവൻ ഇപ്പോൾ
നാട്ടിൽ മുഴുവൻ പാട്ടായി. അപ്പം ഇനി ജോലി കിട്ടാത്തൊരു സാഹചര്യമായി. ഇനി എൻ്റെ നിക്ഷേപം മുഴുവൻ ഇവർ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സർക്കാർ വക്കീലിനെ വെച്ചിട്ടാണ് ബാധിച്ചത്. കോൺട്രാക്ടർക്ക് കാശ് കൊടുക്കാൻ പാടില്ലെന്ന്. കോൺട്രാക്ടർ എന്താ പിന്നെ ഇരുമ്പ് കഴിച്ച് ഭക്ഷിക്കണം? എന്താണ് ഭക്ഷിക്കേണ്ടത്? ഞാൻ ജോലി ചെയ്ത് ഇത്ര നാളും ജീവിച്ചത്, ഞാനൊരു പാർട്ടി സ്ഥാനത്തിരിക്കുകയോ ഒരു ജോലി അതുമൂലം നേടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വാഗ്ദാനം ഉണ്ടായിരുന്നു. ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞത്. ആ ജോലി ചെയ്തുണ്ടാക്കിയ കാശും അതും ഞാൻ 2 കാലം തകർന്ന് കിടന്നതിന് ശേഷം ഉണ്ടാക്കിയ പൈസയാണ്. പിന്നെ എൻ്റെ വീട്ടിലെ അമ്മയുടെയൊക്കെ ഫെഡറൽ ബാങ്കിലുണ്ടായിരുന്ന പൈസയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അതൊക്കെ തിരിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് തരില്ല എന്ന് പറയുന്ന ധിക്കാരവും ധാർഷ്ട്യവും. ഇനി ഞാൻ എന്തിനാണ് ജീവിക്കണേ? അതുകൊണ്ടാണ് ഞാൻ ചീഫ് ജസ്റ്റിസിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിട്ടുള്ളത്. ഈ 30-ാം തീയതി മഹാത്മാവിനെ കൊന്നു തള്ളിയ ദിവസം എൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ തന്നെയാണ് SKN വലിയ പ്രതിസന്ധിയിലേക്ക് ജീവിതം പോകുന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി കോടതിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും കത്തെഴുതിയത് എന്നുള്ളതാണ് ജോഷി വ്യക്തമാക്കുന്നത്. സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്കിലുണ്ടായ തട്ടിപ്പിനെ തുടർന്ന് ഒരുപാട് പാവങ്ങൾ ഇതുപോലെ വഴിയാധാരമായിട്ടുണ്ട്. എന്തായാലും സഹകരണ വകുപ്പും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നുള്ള നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ഈ പാവങ്ങൾ നിക്ഷേപിച്ച പണത്തിന് ഒരു ഉത്തരം കിട്ടണ്ടേ? തീർച്ചയായിട്ടും അവർക്ക് ഉത്തരം വേണം. സഹകരണ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ജനുവരി 30-ാം തീയതി അല്ലെങ്കിൽ തനിക്ക് ദയാവധം നടത്താനുള്ള അനുമതി നൽകണമെന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോടും ചീഫ് ജസ്റ്റിസിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.